സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തുടർച്ചയായി 3 തവണ സ്വർണമണിഞ്ഞ സ്കൂളിലെ കായിക താരത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം വാങ്ങി നൽകി ഒരു പൊതുവിദ്യാലയം. ആലത്തിയൂർ കുഞ്ഞിമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് +1 വിദ്യാർത്ഥിയായ ഗീതുവിന്റെയും കുടുംബത്തിന്റെയും സ്വപ്നത്തിനാണ് നിറം പകർന്നിരിക്കുന്നത്. അക്ഷരങ്ങൾക്കൊപ്പം മാനവികതയുടെ പാഠം കൂടി പകർന്ന് ഭൂമിയുടെ ആധാരം ഗീതുവിന് കൈമാറി. BP അങ്ങാടി കളപ്പാട്ടിച്ചിറയിലെ കാട്ടേപ്പാടത്ത് ചന്ദ്രന്റെയും രജനിയുടെയും മകളായ ഗീതു 3 വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണമണിഞ്ഞിട്ടുണ്ട്. 3000 കിലോമീറ്റർ നടത്ത മത്സരത്തിലാണ് ഗീതു പങ്കെടുത്തിരുന്നത്. ഇപ്പോൾ സ്കൂളിൽ +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. ഓട്ടോ ഡ്രൈവറായിരുന്ന അച്ഛൻ അപകടത്തിൽ പരിക്കുപറ്റി കിടപ്പിലായതോടെ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം അനിശ്ചിതത്വത്തിലായി. എങ്കിലും ഗീതു സ്പോർട്സ് രംഗത്ത് നിന്ന് പിന്മാറിയിരുന്നില്ല. വേദനകൾ കടിച്ചമർത്തി അവൾ മെഡലുകൾ വാരിക്കൂട്ടി. സ്കൂളിലെ കായികാധ്യാപകരായ ഷാജിറിന്റെയും റിയാസിന്റെയും ശിക്ഷണത്തിൽ അവൾ പൊന്നുവാരിക്കൂട്ടി സ്കൂളിന്റെ അഭിമാന താരമായി. തങ്ങളുടെ സ്കൂളിന്റെ യശസ് വാനോളം ഉയർത്തുന്ന താരത്തിന്റെയും കുടുംബത്തിന്റെയും വേദന തിരിച്ചറിഞ്ഞതോടെയാണ് സ്കൂൾ അധികൃതർ മുന്നിട്ടിറങ്ങിയത്. അങ്ങനെ സ്വന്തമായി ഭൂമി വാങ്ങി വീട് വെച്ച് നൽകാൻ പദ്ധതി തയ്യാറാക്കി. തുടർന്ന് വിദ്യാർത്ഥികളിൽ നിന്നും മറ്റും പണം സമാഹരിച്ച് ആലത്തിയൂരിൽ 3 സെന്റ് ഭൂമി വാങ്ങുകയായിരുന്നു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. വീട് നിർമ്മാണവും PTA ഏറ്റെടുക്കുമെന്ന് ഭൂമി കൈമാറ്റ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച PTA പ്രസിഡന്റ് TN ഷാജി പ്രസ്താവിച്ചു. തൊട്ടടുത്ത് തന്നെ നമ്മൾ ആ കുട്ടിക്കുള്ള വീട് നിർമ്മാണത്തിന്റെ തുടക്കവും കുറിക്കും എന്ന ഈ സദസ്സിനെ ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും പത്രവാർത്തകളിലൂടെ നിറഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ കാലം എത്രയുമായിട്ട് ആ കുട്ടിക്ക് ഒരു കിടപ്പാടം ലഭിക്കാത്തൊരു സാഹചര്യം നിലനിന്നപ്പോൾ PTA അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ PTA തന്നെ ആ കുട്ടിക്കുള്ള ഒരു വീട് വെക്കാൻ ഉചിതമായ സ്ഥലം കണ്ടെത്തുകയും അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിന്റെ ആധാര രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ഘട്ടം ആരംഭിക്കുക എന്നത് തൊട്ടടുത്ത് തന്നെ അതിന്റെ പ്രവർത്തനം തുടങ്ങണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വളരെ സമയബന്ധിതമായി തന്നെ ആ വീടിന്റെ വർക്കുകൾ പൂർത്തീകരിച്ച് ആ മകളുടെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. പക്ഷെ വളരെ വിദൂരമല്ലാത്ത ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിച്ച് അവരുടെ കുടുംബത്തിന് കൈമാറണം എന്നാണ് PTA ആണെങ്കിലും അധ്യാപകരാണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും ഒക്കെ. PTA പ്രസിഡന്റ് TN ഷാജി, പ്രിൻസിപ്പൽ സോണിയ, പ്രധാനാധ്യാപിക ബിന്ദു എന്നിവർ ചേർന്നാണ് ഗീതുവിന് ആധാരം സമ്മാനിച്ചത്. തിരൂർ SI ക്ലീറ്റസ് മുഖ്യാതിഥിയായിരുന്നു. ഗീതുവിന്റെ വീടെന്ന സ്വപ്നത്തിനൊപ്പം പഞ്ചായത്തും ഉണ്ടാകുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് പൂളക്കൽ പ്രസ്താവിച്ചു. പദ്ധതി പ്രകാരം സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് വീടിന് അപേക്ഷിക്കുന്ന മുറക്ക് പ്രയോറിറ്റി കണക്കാക്കിയ കുട്ടിക്ക് ഒരു വീട് നൽകാൻ ഗ്രാമപഞ്ചായത്ത് ഒരുക്കമാണെന്ന് ഇവിടെ പ്രഖ്യാപിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി നിങ്ങൾക്ക് തടസ്സമാണ്, ഡിലേ വരുമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി എന്റെ ഒരു വക സംഭാവന. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പ്രവൃത്തിയാണ്. നമ്മളൊക്കെ കാലഘട്ടം മാറുന്നു, കുട്ടികൾ പഴയ പോലെയല്ല, സമൂഹം മാറി കരുണ പറ്റുന്ന ഒരു സമൂഹമാണെന്ന് എന്നൊക്കെ അവതരിപ്പിക്കുമ്പോഴും ഇതുപോലെയുള്ള നന്മയുടെ ധാരാളം ദീപസ്തംഭങ്ങൾ നാട്ടിൽ വളർന്നു വരുന്നത് തീർച്ചയായും നമുക്ക് ആശ്വാസമാണ്. ഈ കുട്ടികളെല്ലാം 8 മുതൽ 12 വരെ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ വിദ്യാലയത്തിൽ പങ്കാളിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും കുട്ടികളെ ഈ നന്മയുടെ പാഠം പഠിപ്പിക്കാൻ, ഈ നന്മയുടെ പാതയിലേക്ക് കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുവരാൻ ഇവിടുത്തെ അധ്യാപകർ വഹിച്ച പങ്കിന് ഞാൻ പ്രകീർത്തിക്കുകയാണ്. അതുപോലെ തന്നെ PTA ചുക്കാൻ പിടിച്ച PTA ഓരോ പ്രവർത്തകന്മാരെയും, PTA പ്രസിഡന്റിനെയും ഓരോ ഭാരവാഹികളെയും അതിന്റെ പ്രവർത്തകന്മാരെയും അഭിനന്ദിക്കുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് പൂളക്കൽ, ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട PTA അംഗങ്ങളായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിസ്രിയ ഇബ്രാഹിം, തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാഫി വാക്കേൽ എന്നിവരെ ആദരിച്ചു. PTA വൈസ് പ്രസിഡന്റ് IP ജലീൽ, SMC ചെയർമാൻ സുഭാഷ് പൈനാട്, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ KP ഷംസുദ്ദീൻ,
OSA ജനറൽ സെക്രട്ടറി മോനുട്ടി പൊലിശ്ശേരി, PTA അംഗങ്ങളായ കുഞ്ഞാലിക്കുട്ടി, ഷാഫി വാക്കീൽ, സുബൈർ മാസ്റ്റർ, മിസ്രിയ ഇബ്രാഹിം തുടങ്ങിയവർ, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി നൌഫൽ എന്നിവർ പ്രസംഗിച്ചു. എഡിറ്റർ ലൈവ്, ആലത്തിയൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.